റാസ്കൽസ് സ്റ്റേഷനിൽ നിന്ന് ചീട്ട് കളിക്കുന്നു. ഇതൊന്നും എന്റെ അച്ചിവിടാണെന്ന് വിചാരിച്ചോടാ. ഡേ വേലപ്പ, നൂൺ ഷോയ്ക്ക് സമയമായിടേ. ഇന്ന് മോഹൻലാലിന്റെ പടം റിലീസാണ്. പോയി പോക്കറ്റ് അടിച്ചിട്ട് വാടേ. നാളെ പുതിയ CI ചാർജ് എടുക്കാൻ ഏത് വർഗ്ഗക്കാരന്റെ നാർക്കറിയാം. ഡേ സമയമായിടേ. കളിക്കാനും സമ്മതിക്കില്ല. ഡേ ഈ ജോലി തിരക്കിനിടയിലും അലാറം വെച്ച് എഴുന്നേറ്റ് നിന്നെയൊക്കെ ജോലിക്ക് പറഞ്ഞു വിടുന്ന എന്റെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റി നിനക്കൊരു ബോധമില്ലല്ലോ. ഡേ സാറിന് ആരായി പേരിട്ടത്? സൽഗുണൻ. നല്ല ചേർച്ചയുള്ള പേര്. അതെന്റെ അച്ഛൻ നിർഗുണൻ. പോയിട്ട് വാടേ. നിങ്ങൾ കളിച്ചോ. വേലപ്പ നിക്ക്. നീ നല്ല പാർട്ടിയാ. എന്ത് പണിയാടേ കാണിച്ച്? പണിയായുധം വേണ്ടേ? സാറിന്റെ ആത്മാർത്ഥത ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതാണ് സൽഗുണം. അനിയ ചെലവുകളൊക്കെ കൂടി കൂടി വരികയാണ്. ഇന്നെങ്കിലും അല്പ കട്ടിയുള്ള പോക്കറ്റ് വല്ലതും കീറണേ. ഐശ്വര്യോട്ട് വാങ്ങിച്ചു. നിക്ക്. ഈ മാസം ഇത് 7ാമത്തെ ബ്ലേഡാണ്. പോയി. ഇതെന്താ പോലീസ് സ്റ്റേഷനോ ചീട്ട് കളിക്കുമ്പോ? പോലീസ് സ്റ്റേഷൻ സാർ നാളെ വരുമെന്നാണല്ലോ ഇൻഫർമേഷൻ. ഒരു വലിയ സ്ഫോടനം കഴിഞ്ഞ് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരായിരിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏക പോലീസ് സ്റ്റേഷന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഈ കാണുന്നത്. സാർ അത് റിക്രിയേഷന്റെ എന്താണോ തന്റെ പേര്? ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ സൽഗുണൻ. ഒരു ബ്യൂട്ടിഫുൾ ഭാര്യയും ഐശ്വര്യമുള്ള ഒരു പൊന്നോമന പുത്രനും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഒരു അവിഞ്ഞ അമ്മായിയമ്മയുമുള്ള ഒരു സംതൃപ്ത കുടുംബം. തന്റെ കുടുംബകാരൻ ഞാൻ ചോദിച്ചില്ല. ഐ എം എ സ്ട്രിക്ട് പോലീസ് ഓഫീസർ. ഒരു ദുരന്തത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഓഫീസർ. എന്റെ പോലീസ് സ്റ്റേഷനും പരിസരവും വൃത്തിയായിരിക്കണം. എല്ലാവരും കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കണം. ഇതെന്താണോ ലോക്കപ്പിൽ ക്രിമിനൽസ് ഒന്നുമില്ലേ? അവന്മാരെങ്കിൽ വൈകുന്നേരം ഈ ഗ്രാമത്തിൽ കള്ളന്മാരേ ഇല്ല സാർ. ഒരു പോക്കറ്റ് നിർത്തത്ത് ഒരു പോക്കറ്റ് എടുക്കാൻ കണ്ടിട്ട് കാലം എത്ര ഇല്ലേ വർക്ക്? അല്ല, ഒരാൾ 4 മണിക്ക് വരാന്ന് പറഞ്ഞു. ആരാത്? രാവിലെ വിട്ട ആള്. വൈകുന്നേരം വിട്ടത്. രാവിലെ. ഈ പഞ്ചായത്തിലെ സകല ക്രിമിനൽസിന്റെ ലിസ്റ്റ് ഉടൻ തന്നെ എന്റെ മേശപ്പുറത്ത് വരണം. നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണം. വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നത് ഉടൻ തന്നെ ലോക്കപ്പ് ചെയ്യണം. 11 മണിക്ക് ശേഷം. എന്തേ സാർ? തന്റെ അമ്മായി ഇവിടെ സാർ. ഇവിടെ നാളെ കാണാൻ മണി. ക്ലീനിങ് തുടങ്ങിയ ഇന്നത്തെ ഒരു ദിവസം കൂടെ ഉള്ളു. അതുകൊണ്ട് ഇന്ന് അടിച്ച് പൊളിക്കണം. നാളെ കാലമാർ നിങ്ങളുടെ എത്തണല്ലേ? എന്താ അവന്റെ പേര്? ഉന്തോ? ഏതാ ഈ അവതാരം? എന്റെ പേര് ദാസപ്പൻ. കേരള പോലീസിലാണ് ജോലി. തനിക്ക് പനിക്കുന്നുണ്ടോ? ഇല്ല സാർ. പിന്നെന്താ ഒരു വിറവല്? പനിച്ചിട്ടാ. എന്താണോ കയ്യില്? ഇത് യൂണിഫോമാ. യൂണിഫോം അല്ലതായിട്ടിരിക്കുന്ന? ഇത് ഞങ്ങളുടെ മിമിക്രിക്കാരുടെ യൂണിഫോമാണ്. നല്ല 1ാം തരം മിമിക്രിക്കാരനാണ് സാർ. കൃഷ്ണൻകുട്ടി നായരെയും കടുവാക്കുളത്തിനെ അതുപോലെ എടുക്കും. ഒന്ന് കാണിച്ചു കൊടുക്ക ദാസപ്പ സാറിന്. പൊന്മുട്ടയിടുന്ന താറാവെന്ന ചിത്രത്തിൽ ശ്രീ കൃഷ്ണൻകുട്ടി നായർ. എന്താണോ ഷേവ് ചെയ്യാത്തത്? ബ്ലേഡ് അലർജിയാണ് സാർ. സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട്. കാണണോ? വേണ്ട. വേണ്ട. ആ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽസ് റൂമിലേക്ക് കൊണ്ടുവരും. എന്താണത്? ഫയൽ. ഏത് ഫയൽ? മറ്റേ ഫയൽ. മറ്റേ ഫയലോ? ആ ബോംബെക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിന്റെ ഫയൽ. ബോംബെക്കാരിയുടെ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽ അവിടെ? രണ്ടും ബോം എന്നായതുകൊണ്ട് തെറ്റിപ്പോയതാണ് സാർ. ആ താപ്പോ. റാണി ഫോൺ എടുക്ക. ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. മാഡത്തിനാ? ഹസ്ബൻഡാ? ഹലോ, മഹേട്ടിനെ പോന്നു. ഞാനിപ്പോ ഒന്ന് കയറിയുള്ളൂ. മോളെവിടെ? മോള് മ്യൂസിക് ക്ലാസ്സിൽ പോയിരിക്കുക. നിന്റെ അച്ഛനിപ്പോഴും പഴയ നമ്പ്യാര് തന്നെയല്ലേ? ആ, തുടങ്ങി. അമ്മായിയപ്പനും മരുമോനും കൂടി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? ആ, നിന്റെ രോഗികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ഓ, തമാശ പറഞ്ഞായിരിക്കും. എടി, നമ്മുടെ അടുത്തുള്ള കൈരളി തിയേറ്ററിൽ ഇപ്പൊ ഏത് പടം ഓടുന്ന? പോലീസ് ജാഗ്രതയായി. വേഗം വീട്ടിലേക്ക് വാ. സിനിമാ ഭ്രാന്ത് ഇപ്പോഴും തീർന്നിട്ടില്ല. സാർ എന്നെ വിളിച്ചോ? ഇവിടുത്തെ എസ് എവിടെ പേടോ? SI സാർ 2 മാസമായിട്ട് ലീവാണ് സാർ. ഹണിമൂണിന് പോയിരിക്കുക. ഊട്ടി, കൊടൈക്കനാൽ, മധുര. മതി. ഇനി SI സാർ വിളിക്കുമ്പോ പറയാം മതി ഇങ്ങ് പോരാൻ. തനിക്ക് ഡ്രൈവിംഗ് അറിയാമോ? അറിയാം സാർ, ലൈസൻസ് ഉണ്ട്.
നാളെ വല്ല താനാ എന്റെ ഡ്രൈവർ. അപ്പൊ ഞാനിന്നൊന്ന് എന്റെ വീട്ടിൽ പൊക്കോട്ടെ സാർ. എന്തിന്? പണയം വെച്ചേക്കണ ലൈസൻസ് എടുപ്പിക്കാനാ. എവിടെയാ തന്റെ വീട്? മൈമൂൺ തിയേറ്ററിന്റെ ബാക്കിലാണ് സാർ. മൈമൂണിന്റെ അപ്പൊ ഏത് പടം കളിക്കുന്നത്? ലാവണ്യ ലഹരി. ദാ, ബാൽക്കണിയോ പത്താസ്. പോയി ഞാനേ വെള്ളി നക്ഷത്രം വാങ്ങിച്ചിട്ട് പോണം. അപ്പൊ സാർ ആ പടം കണ്ടതാണല്ലേ? പോടോ. ഡോക്ടറാണോ? അല്ല കമ്പൗണ്ടറാ. ഞാൻ വിചാരിച്ചു രോഗിയാണെന്ന്. താനാരാ? കണ്ടിട്ട് മനസ്സിലായില്ല? മനസ്സിലാകാഞ്ഞിട്ടാണല്ലോ ചോദിച്ചത്. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ TC ദാസപ്പ. ദൈവത്തിന്റെ ഓരോ വികൃതികളെ, ഇങ്ങനെയും ഒരു പോലീസോ? എടോ ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട. എത്ര കേസുകളാ പിടിച്ചേക്കണെന്ന് അറിയാമോ? കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗ്യാസിന്റെ കാര്യം ഓർത്തത്. ഇതെന്താ ഇവിടുത്തെ അടുക്കള കാറിന്റെ ഡിക്കിലേക്ക് മാറ്റി? ഇത് ഗ്യാസിൽ ഓടുന്ന വണ്ടിയാ. അപ്പൊ ഡ്രൈവർ വേണ്ടേ? അതിനാണല്ലോ ഞാൻ. ഓ അപ്പൊ ഡ്രൈവർ ആണല്ലേ? എടോ ഡ്രൈവറെ, ഇന്ന് വരെ ഒരു ടീച്ചറെ മുഖത്ത് വെച്ച ഒരു ഡ്രൈവർ ചാച്ചി എന്ന് പറഞ്ഞില്ല. നല്ല കുരുത്തുള്ള മോൻ. മോന്റെ പേരെന്താ? TC ദാസപ്പൻ. ആ, ഞാൻ മഹാദേവന്റെ അമ്മയാ. നമസ്കാരമ്മേ. എനിക്കിപ്പോഴാ ഒരു സമാധാനായത്. മഹാദേവന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴേ എനിക്കറിയാം. ആ പെരട്ട നാരായണപിള്ള സാറ്. ആ, അദ്ദേഹം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല. അടിച്ചു വാരാൻ പോലീസ്, വിറക് കീറാൻ പോലീസ്, വെള്ളം കോരാൻ പോലീസ്, മുറ്റടിക്കാൻ വനിതാ പോലീസ് എന്ന് വേണ്ട മക്കളെ, എല്ലാ കാര്യത്തിലും പോലീസുകാരായിരുന്നു. എന്റെ വീടൊരു പോലീസ് സ്റ്റേഷനായിരുന്നു. അവരെ കൊണ്ട് പണി എടുപ്പിച്ച് എനിക്ക് കൊതി തീർന്നില്ല മോനെ. ഏതായാലും മോൻ വന്നിട്ട് മോൻ മാർക്കറ്റിൽ പോയി. പിന്നെ കുറച്ച് പരവിയും ചെയ്യാത്താണോ നോക്കണേ. ഈ വേസ്റ്റിൽ പോയ കാശ് കുറവായിരിക്കും. കാശേ കൊടുക്കണ്ട മച്ചി, ഇത് ഓസല്ലേ. റേഷൻ കട പഞ്ചാരോട് മേടിപ്പിക്കും. റേഷൻ കട ഇപ്പൊ തുറന്നു കാണില്ല. ഇപ്പൊ തുറന്ന് കുറച്ച് കഴിയുമ്പോൾ തുറക്കും. അമ്മ ഞാൻ പോയിട്ട് വരാം. ശരി മോനെ. ആ, നീ ഏതായാലും ഒത്തിരി നാൾ കൂടി വന്നതല്ലേ, രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോയാ. അത് ശരിയാ. ആശുപത്രി പോകുന്ന വഴിയില്ലേ അമ്പലം? നമുക്ക് എന്റെ കാറിൽ പോവാം. നിന്റെ വണ്ടി നിനക്ക് നിന്റെ അച്ഛൻ മേടിച്ചു തന്ന, ജീപ്പ് എനിക്ക് സർക്കാർ തന്നതാ. സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ വരാം. പോലീസ് വണ്ടി കണ്ട് പൂജാരി ഇറങ്ങി ഓടണ്ടാന്ന് വെച്ചിട്ടാ. ആ നാരായണ, മോളെ സ്കൂളിൽ വിട്ടിട്ട് ആശുപത്രിയിലേക്ക് വന്നാ മതി. പോയിട്ട് വരട്ടെ. ശരി. അയ്യോ അമ്മ, റേഷൻ കട പോണ കാര്യം. ആ മോനെ ദാസപ്പാ, സാറിനെ കൊണ്ട് വിട്ടേച്ച് വേഗം മീൻ വാങ്ങിച്ചു വരണേ. എന്നിട്ടും റേഷൻ കടയിൽ പോവാൻ. നീ എന്താണ് നോക്കി നിൽക്കണേ? പോയി തേങ്ങ വിളിക്കണം. തൊണ്ടും ചേർട്ടാ ഞാൻ കരുതി വെക്കലുണ്ട്. ഏത് പടത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത്? നരസിംഹത്തിന്റെ. ഓ, ലാലിന്റെ പടമാണല്ലേ. ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പോസ്റ്റർ നീയാണ് ഒട്ടിച്ചത്? അതെ സാർ. നീയാണോ പോസ്റ്റർ ഒട്ടിക്കുന്നത്? ചിലത് മീശയില്ല, ചിലത് താടിയില്ല, ചരിഞ്ഞ് തിരിഞ്ഞ്. അല്ല സാർ, ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച ഒട്ടിച്ചേ. സംഗതി എനിക്കറിയാം. ഒട്ടിക്കുമ്പോ പശ ശരിക്ക് തേക്കണം, എന്നാലും ഒട്ടു. പക്ഷെ അധികമായാൽ ആട് തിന്നു സാർ. ഓ, എന്താ ഇപ്പൊ അതിന് വഴി? ആ അതിന് വഴിയുണ്ട് സാർ. എന്താടോ? ഈ പോസ്റ്ററിന്റെ ചോട്ടില് ഒരു ബക്കറ്റിൽ പിണ്ണാക്ക് കലക്കി വെച്ചാൽ അത് ആട് വന്ന് കുടിച്ച് താങ്ക്സും പറഞ്ഞു. അങ്ങനെ പറയണം. എടോ, ഈ പോസ്റ്റ് ഒട്ടിക്കുന്നത് ഒരു കലയാണ്. അതൊരു ജോലിയല്ലേ സാർ? ദേ സാർ, ഒരു ആട് വന്ന് നിൽക്കുന്നത്. എവിടെ? കുറെ നേരമായിട്ട് വെയിറ്റിംഗ് ആണെന്ന് വന്നത്. താനല്ലേ പറഞ്ഞ പോസ്റ്റർ ആട് തിന്നു? അതെന്താ മന്നിച്ചിരിക്കുന്ന? ആ അത് കാലത്ത് വല്ല അവാർഡ് പടത്തിന്റെ പോസ്റ്റർ തിന്നു കാണും സാർ. ഇങ്ങോട്ട് പറയണോ? രണ്ട് പോസ്റ്റർ ജീപ്പിലിട്ട്. കൃത്യം എത്ര മണിക്കാണ് സ്ഫോടനത്തിൽ മരിച്ച കുട്ടികളുടെ ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചത്? കൃത്യം 9:30 മണിക്ക്. എത്ര മണിക്കാ സ്ഫോടനം നടന്നത്? ഒരു 10-10:30 മണിയായി കാണും. 10-10 തന്നെ ഒരു 10 മണിയായി കാണും. വണ്ടി ഇറക്കണോ? എങ്ങോട്ടേക്കാണ് സാർ? തന്റെ അമ്മായിപ്പന്റെ ഓ, അടുത്തേക്ക്. അപ്പൊ ശ്മശാനത്തിന്റെ കിഴക്ക്. പടിഞ്ഞാറ്. കിഴക്ക്. പടിഞ്ഞാറ്. കിഴക്ക്. വണ്ടി കോൺവെന്റിലേക്ക് എടുക്കണോ? പേടിപ്പിക്കണം. ശ്മശാനം. ഹലോ. അതെ, ഓക്കെ. പ്രതികള് ഓക്കെ. പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സാർ? പാകിസ്ഥാൻ ഓൾ ഔട്ട്. എടോ, ഇവിടത്തെ ഹെഡ് മിസ്ട്രസിന്റെ റൂം ഏതാ? ഫാദറോട് ചോദിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതി. അസ്സലാമലൈക്കും. വയ്യാ, മാലേക്കും അസ്സലാം. അയാൾ എന്താ പറഞ്ഞത്? എന്റെ കൂടെയുള്ള ആരാന്ന് ചോദിച്ചതാ. നീ എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞ എന്റെ അസിസ്റ്റന്റ് ആണ്. അല്ല, ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ.
ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. നിന്നോടാരാ ഇരിക്കാൻ പറഞ്ഞ? അതുകൊണ്ടല്ലേ എഴുന്നേറ്റത്. സിസ്റ്റർ, സ്ഫോടനം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതെന്താ നിങ്ങൾ കുട്ടികളുടെ കൂടെ ബസ്സിൽ പോകാതിരുന്നത്? ബസ്സിൽ പോയിരുന്നെങ്കിൽ സിസ്റ്ററെ നമുക്കിങ്ങനെ കാണാൻ പറ്റുമായിരുന്ന? പീസ് പീസ് പീസായി പോയില്ലായിരുന്ന? ഡാഡാ, എല്ലാം നോട്ട് ചെയ്തോ? യെസ് സർ. ബൈ ദ ബൈ, സിസ്റ്ററുടെ പേരെന്നാ പറഞ്ഞത്? പെട്രീഷ്യ. നോട്ട് ഇറ്റ്. എന്താ എഴുതിയ? സിസ്റ്റർ പെറ്റിയോട്രഷ. ഏ? സിസ്റ്റർ പെറ്റിയോട്രഷ. സിസ്റ്റർ പെട്രീഷ. താങ്ക് യു സിസ്റ്റർ. വെൽക്കം. സിസ്റ്ററിന്റെ ശരിക്കുള്ള പേരെന്താ? പെട്രീഷ്യ. വായിക്കൊള്ളുന്ന പേരിട്ടൂടെ? പെട്രീഷ്യ. ദാസ, ബോംബ് സ്ഫോടനത്തെ കുറിച്ച് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സാർ. ആരാ? കറക്റ്റ് ആളെ എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞാൽ താൻ പറ. തനിക്കൊരു കുഴപ്പം പറ്റില്ല, ഞാനില്ലേ? ആൾക്ക് പൊക്കം കുറവാ, മുടി നരച്ചിട്ട, ക്ലീൻ ഷേവാ. പിന്നെ പുള്ളിക്കാരൻ കല്യാണവും കഴിച്ചിട്ടില്ല. സാർ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ആരോടും പറയില്ല. ആരാ? വാജ്പേയി. വാജ്പേയി? പൊക്രാനിൽ ബോംബ് പിടിച്ച പുള്ളിക്കാരനല്ലേ? അതല്ലേ സാറ് ചോദിച്ചത്? വണ്ടി എടുക്കാം. പേടിച്ചു പോയി. വത്സല, ഞാൻ സ്റ്റേഷനിൽ പോവാ. അപ്പൊ ചായ കുടിക്കണില്ലേ? ചായ ഒന്നും വേണ്ട. റേഷൻ കഴിക്കാനല്ലല്ലോ അവള് പറഞ്ഞു, ചായ കുടിക്കാനല്ലേ. എനിക്കല്പ ധൃതിയുണ്ട്. എന്ത് ഇത്ര ധൃതി? പുതിയ സി എ വന്നോണ്ടാണോ? അതുകൊണ്ടൊന്നും അല്ലടി. നിന്റെ പുന്നാര മോനെ കണി കണ്ടേച്ച് പോയാ നോക്കിയേ, ഇനി ആശുപത്രി കൊടുക്കാൻ എന്റെ കാശില്ല. നീ പോയാ പണ്ടാരം എഴുന്നേറ്റോ നോക്ക്. എന്തിനാടാ ഇങ്ങനൊക്കെ പറയണത്? അവൻ നിന്റെ മോനല്ലേ, കരക്കാരുടെ അല്ലല്ലോ. അമ്മ, അവൻ എന്റെ മോൻ തന്നെ അല്ലയോടി. പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണി കണ്ടേച്ച് പോയാ അമ്മ തന്നെയല്ലേ ഇന്നലെ എനിക്ക് മരുന്ന് ഉരുട്ടി തന്ന്. അവന് ഞാനും മുന്നാളാ തമ്മിൽ ചേരില്ല. എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരുമുഖം കണി കണ്ടേച്ച് പോയാ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ. ഇന്നലെ ഒരു പാണ്ടി ലോറി ഇങ്ങനെ തേച്ചാ പോയത്. നീ പോയി അവനെ എഴുന്നേറ്റോ നോക്കടി. അവൻ ഇപ്പോഴൊന്നും എഴുന്നേറ്റില്ല. എന്നെ പൊക്കളെ. ഓ, ഷർട്ട് മറന്നു. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം മറന്നു. ആ കാലമടങ്കാരൻ അവിടെ ചെന്ന് ഉറങ്ങാനും പറ്റിയല്ല. അയ്യോ ജമ്മം പാഴ്, ആ മുഖം കണ്ടു. സോറി ഏട്ടാ. എന്തൊരു ഗ്രഹപ്പഴയാണിത്. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ഏട്ടാ. എങ്ങനെ ഉണ്ടാകും? എന്റെ മോന്റെ മുഖം കണ്ടിട്ടല്ലേ ഇറങ്ങിയത്. ബ്രേക്ക് ഉണ്ടെങ്കിലും അത് പൊട്ടും. വൈകരുതല്ലോ എന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ചേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ CI കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല. പറവൂർ ഒരു ക്ലബിന്റെ വാർഷികം, കോതമംഗലം പള്ളിയിൽ, പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി. എല്ലായിടത്തും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ കാശുമില്ല. ഇതൊരു വലിയ കോടാലിയായി മാറിയേട്ടാ. ചേട്ടൻ സഹായിക്കണം. നീ വാ. സൈക്കിള് സൈക്കിൾ സോറി, ബ്രേക്ക് ഇല്ലായിരുന്നു ചേട്ടാ. നമ്മുടെ സുവർണ കാലഘട്ടമെല്ലാം മൺമറഞ്ഞിടേ. രാവണനല്ലേ വന്നിരിക്കുന്നത്. രാമനും ലക്ഷ്മണനും ഔട്ട്. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഒരു 50 രൂപ കിട്ടെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാ? ഫ്രണ്ട് ബില്ല് ഇത്തിരി അറടിക്കാനാ. ഊതി അടിച്ചാ മതിയടാ. സാറേ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് ലോകപ്പിക്കണേ. നിന്നെ ഇനി തിരിച്ച് ലോക്കപ്പിക്കാറ്റാണ്. നിന്നെ ഇറക്കി വിട്ടവരെ അങ്ങേര് അറിഞ്ഞാ ഞങ്ങൾ രണ്ടും സ്റ്റേഷന്റെ പുറത്താവും. അതിരിക്കട്ടെ, മറ്റവന്മാരെവിടെ? അവന്മാര് മാർക്കറ്റിൽ കറങ്ങി നടക്കുക. അമ്മരോട് പറഞ്ഞേരെ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുപോരുന്ന്. പിന്നെ ഞങ്ങൾ എവിടെ കയറി കിടക്കാനാണ്? പിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് കിടത്താം. പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടക്കടാ. ഓ, അവിടെ ഭയങ്കര കൊതുകാണ് സാറേ. ഒരു കൊതുകോലായിട്ട് തരാടാ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പുതുതായി ഒരു പോക്കറ്റ് അടി നടത്തി നീ ലോക്കപ്പിലേക്ക് വാ. പക്ഷെ ഇത് പഴയ പോലെ ആയിരിക്കില്ല. ആ കാലമാടന്റെ ഇടി കൊണ്ടാ നിന്റെ +2 തെറിച്ചു. അത് ശരി. അപ്പൊ ഞങ്ങൾ വഴിയാധാരമായി. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ അല്ലായിരുന്നോ? പോ ചെല്ല്. പോ. പോക്കറ്റ് അടിയാ. നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടി. എന്ത് ഡീസന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരായിരുന്നു. അവനോട് 50 രൂപ ചോദിച്ചു നോക്കിയാലോ? നിന്നെ ആരാടാ പോലീസിലെടുത്ത്? വാ. നീ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അല്ല, ഒഴിപ്പിക്കോ? എനിക്ക് ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് ഒഴിപ്പിക്കോ? ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് ഒഴി പോടാ. ബ്രേക്ക് ഉണ്ടായിരുന്നില്ല സാറേ. നമസ്കാരം. ഈ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞത് ആരാ? ഉരുക്കു മനുഷ്യൻ. അപ്പൊ ജീവൻ ഉണ്ടാവില്ലേ അച്ഛാ? കുറേശ്ശെ ഉണ്ടാവും. അച്ഛന് നല്ല മസിലുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ഈ വയറ് വന്നേ? അതെ, പാരമ്പര്യ മോളെ. അച്ഛന്റെ അമ്മ അച്ഛനെ പ്രസവിച്ചപ്പോ ഇത്ര ഉണ്ടായിരുന്ന വയറ്. എന്റെ അമ്മേനെ പ്രസവിച്ചപ്പോ വയറില്ലായിരുന്നോ? നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചപ്പോ കമോൺ. അയ്യോ, എന്ത് പറ്റി സാർ? ഞാൻ ഈ ചട്ടി ഒന്ന് മാറ്റി വെച്ചതാ.
അത് പിന്നെ ഇന്നലെ അവിടെ ഇരുന്നപ്പോ സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ ചട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചത്. അത് അവിടെയല്ലേ ഇവിടെയല്ലേ? അതൊരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കണം. അതിലേ കറക്റ്റ് ചെയ്ത്. അതെ സാർ, നീ വേഗം ഇതകത്തുകൊണ്ട് വെച്ചേ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇരിക്കും. ഒരു മിനിറ്റ് സാർ, ഞാൻ ദേ വരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്താ മോളുടെ പേര്? കെ മഹിമോൾ. കെ മരുമോളോ? കെ ഓ മഹിമോൾ. വെരി ഗുഡ്, മിടുക്കി. ആ മോനെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഇന്ന് മീൻ വാങ്ങിക്കുമ്പോഴേ ഒരു കിലോ ഇറച്ചൂടെ വാങ്ങിച്ചേക്കണേ. ഇന്ന് ആ ഡ്രൈവർ മോൻ കൊണ്ടുവന്ന ചാള അപ്പടി ചെയ്യുന്നതായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് ഉണക്കി. അമ്മേ. ഇറച്ചി വാങ്ങിക്കുമ്പോഴേ ഇത്തിരി കറി അമ്മേ, കൂടെ അമ്മേ. ഞാൻ പറയാം കേട്ടോ. അമ്മേ, പോയെ. ഞാൻ മീൻ വാങ്ങിക്കണേ. അമ്മ അകത്തേക്ക് പോ. ചെല്ലേ അമ്മ അകത്തേക്ക് പോ. പൊയ്ക്കോ. അമ്മയുടെ സ്വഭാവം. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. അമ്മ അത് ഡിവൈഎസ്പിയാ. എന്റെ എസ് പി ഐ എന്താ പോലീസുകാരനല്ലേ? ഓ ഓ ഓ അമ്മ മിക്കവാറും മോനെ വീട്ടിലിരുത്തും. പിന്നെ മീനും ഇറച്ചിയൊക്കെ മോൻ തന്നെ മേടിച്ചോണ്ട് വരും. ഇവരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച 6 പ്രതികൾ. ഇത് വിക്ടർ, ഇത് ക്രോണി, ഇത് മുസ്തഫ, ഇവൻ രാജു, ഇത് റോബർട്ട്, ഇവൻ കാളിമുത്തു. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, എവിടെയാണ് എന്നൊരറിവില്ല. പക്ഷെ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിനും കള്ളക്കടത്തിനും പിന്നിലെ പ്രധാനികൾ ഇവരാണ്. നമുക്ക് പിടികിട്ടാത്തത് ഇവരുടെയൊക്കെ ലീഡർ ടൈഗർ വാസു എന്നറിയപ്പെടുന്ന വാസുദേവനെയാണ്. അവന്റെ രൂപരേഖ നമ്മുടെ കയ്യിലില്ല. അത് സാരമില്ല, ഇവരെ പിടിച്ചാൽ അവനെ നമുക്ക് കിട്ടും. പക്ഷേ പിടിക്കാൻ കഴിയുമെന്നുള്ള സംശയമാണ്. അതെന്താ സാർ? ഗവൺമെന്റും പോലീസിലൊരു വിഭാഗവും ഇവരുടെ കൂടെയാണ്. മനസ്സിലായില്ല. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. അതൊക്കെ വലിയ കളികളാണല്ലോ. അതൊന്നും തനിക്ക് മനസ്സിലാവില്ല. നമ്മളിവിടെ നിയമിച്ചിരിക്കുന്നത് തീവ്രവാദികൾ പിടിക്കാനല്ലേ സാർ? അല്ലടോ, പിടിക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെയും തന്നെയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. സാർ എന്തൊക്കെയാ പറയുന്നത്? കൂടുതൽ ചൂഴ്ന്ന് ചോദിക്കണ്ട. അതൊക്കെ കോടികളുടെ കാര്യങ്ങളാ. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യേ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. ഓ ഇത്രയും സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ റേഷൻ കടയിലെങ്കിലും ഒന്ന് പറഞ്ഞു വിടായിരുന്നു. ഈ മഹാദേവന്റെ ഒരു കാര്യേ. അമ്മ അത് ഡിവൈഎസ്പിയാ. ഇന്നലെ വന്ന പോലത്തെ സാധാ പോലീസുകാരനല്ല. DSP എന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ പേടിപ്പിക്കണ്ടാ. ഇതിലും വലിയ ഹെഡ് കോൺസ്റ്റബിളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹായ്. സാറേ, ഈ കേസ് തെളിയിക്കാൻ വളരെ ഈസി ആയിട്ടൊരു വഴിയുണ്ടായിരുന്നു. അതെന്താ? നാരായണ, ആ മേശപ്പുറത്തുന്ന ഫയലും കെടുത്തേ. സാറൊന്ന് നോക്കി. ഇതെന്താടോ സിനിമ വാരിക? ഇതാണ് പലർക്ക് സിനിമ എന്ന് പറഞ്ഞ പുച്ഛമാണ്. ഇതിനകത്ത് കെ മധു സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ഫിലിമിന്റെ ന്യൂസ് ഉണ്ട്. തിരക്കഥ എസ്എൻസാമിയാണേ. അതുകൊണ്ട് പാറക്കുളം കേസ്, സിസ്റ്റർ നിർഭയ കേസ്, ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇവരല്ലേ? CBI ഡയറി കുറിപ്പ് 150 ദിവസം ഓടിയത്. ഇവരോടൊന്ന് ഡിസ്കസ് ചെയ്താ പോലെ. തനിക്ക് ഇനി സിനിമ പ്രാന്ത് പോയിട്ടില്ലടോ. ഞാൻ വരട്ടെ. സാറ് ഇങ്ങനെ ഈ കേസുകളൊക്കെ സിനിമാക്കാരെ തെളിയിക്കാൻ പോയാ പോലീസുകാർ ആവശ്യം തരി. CI മഹാദേവൻ ഈ ടൈഗറിനെ പിടിക്കുമെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ പട്ടാളം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ ഈ ഞാഞ്ഞൂര് പോലത്തെ CI ചെയ്യാൻ പോകുന്നത്? വേറെ വല്ല കാര്യവും പറയണോ? അത് പറഞ്ഞാ പറ്റില്ല ടൈഗറെ. ഈ 3-4 ദിവസം കൊണ്ട് തന്നെ അയാൾ ഞങ്ങളുടെ വയറ്റത്തടിച്ച് കഴിഞ്ഞു. ഒരു പോക്കറ്റടിക്കാരനെയോ മുച്ചീട്ട് കളിക്കാരനെയോ വേണ്ട, ഒരു സാധാരണ കള്ളനെ പോലും പുറത്തുവിട്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്നില്ല. ടൈഗറിനെ സഹായിക്കാനും എന്ത് വേണേലും ചെയ്യാനും മന്ത്രിമാരും മറ്റാൾക്കാരും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വയറ്റിപ്പഴപ്പ് ഇതൊക്കെയാണ്. വൈകിട്ടാവുമ്പോ ഒരു പൈന്റ്, ഒരു കോഴിക്കാല്, ഇതൊക്കെ ശമ്പളം കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് തന്നെയല്ല, മനുഷ്യന് സ്വാതന്ത്ര്യമില്ല. എപ്പോ നോക്കിയാലും ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടി. പറ്റില്ല, അയാളെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അയാൾ ജീവിച്ചു പോട്ടടോ. എന്റെ പുന്നാര മോനെ കണി കണ്ടോണ്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ ഊഹിച്ചു ഇവിടെ ഒരു കോപ്പ് നടക്കില്ല. തല വടിച്ചിറക്കി ഇങ്ങനെ വടി വിഴിഞ്ഞ പോലെ നിൽക്കാതെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആശാന്മാരെ ആ മഹാദേവൻ കുഴപ്പക്കാരനാണെന്ന്. താനിങ്ങോട്ട് വരുന്ന ആരും കണ്ടില്ലല്ലോ. അല്ല, കണ്ടാലും എനിക്കൊന്നുമില്ല. തന്റെ തൊപ്പി പോവും. മഹാദേവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം തലയിൽ തൊപ്പി ഉണ്ടായിട്ട് എന്ത് കാര്യം? ടൈഗർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എന്താടോ, അവനെ കൊല്ലണോ? ഞാനൊന്ന് വിരൽ ഞൊടിച്ചാ മതി അവൻ ചിന്ന ഭിന്നമാകാൻ. അവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മിനിസ്റ്റർ ഉറപ്പ് തന്നുകൊണ്ടാ വേണ്ടെന്ന് വെച്ചത്. മിസ്റ്റർ ടൈഗർ, അറ്റ്ലീസ്റ്റ് അവന്റെ കയ്യോ കാലോ എങ്കിലും തല്ലി ഒടിച്ചിട്ടാ മതി. എനിക്ക് നിങ്ങളെ ഫോൺ ചെയ്ത് വിവരങ്ങൾ പറയാൻ സാധിക്കും. ഓഹോ, മുസ്തഫ, ഇയാളെ കൊണ്ട് പറ്റും. റോബർട്ടും രാജു എന്നെത്തും? മറ്റന്നാളെത്തും. അവരിപ്പോ എവിടെ ഉണ്ട്? കോടാശ്ശേരി ഫോറസ്റ്റില്. എടോ സൽഗുണ, സർ, തനിക്ക് ആ ഭ്രാന്തൻ CA കോടാശ്ശേരി ഫോറസ്റ്റിലേക്ക് ഒന്ന് കയറ്റി വിടാൻ പറ്റുമോ? വിട്ടാൽ
പിന്നെ അവൻ തിരിച്ചു വരില്ല. പോരെ? ഓ മതി പുള്ളി